ഈ സുരേഷ് ഗോപിക്ക് തന്നെ രണ്ടിടത്ത് വോട്ടുണ്ട് എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഒരു കേന്ദ്രമന്ത്രി എന്ത് ഉത്തരവാദിത്തമാണോ ഈ ജനങ്ങളോട് കാണിക്കുന്നത്? എന്തിനും ഏതിനും വായിട്ട് അങ്ങ് സംസാരിക്കുന്ന ആളാ, അഭിനയിച്ചുകൊണ്ട് പറയുന്ന ആളാ. എന്തേ പ്രതികരിക്കാത്തത്? ശ്രീ വസീഫ്, എന്തുകൊണ്ട് ഈ വോട്ടുകൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ 60,000-ൽ കൂടുതൽ വോട്ടുകൾ അവിടെ ഈ അയൽ മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് യഥാർത്ഥമല്ലാത്ത അഡ്രസ്സിൽ ചേർത്ത വോട്ടാണെന്ന് ഇപ്പം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുന്ന പ്രവർത്തകർക്ക്, BLA-മാർക്ക് അറിയേണ്ടതല്ലേ ഇതൊക്കെ? അഭിലാഷ്, ഇവിടെ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒരു അസാധാരണമായ സംഭവത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി സ്വതന്ത്രവും സുതാര്യവും ആയിട്ട് നടക്കേണ്ട, സ്വതന്ത്രവും സുതാര്യവും നിഷ്പക്ഷവുമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ ബോധപൂർവമായി ചിലർ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി തകർക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിനാണ് വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നത്. ജനാധിപത്യത്തിലുള്ള വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഇദ്ദേഹം BJP പ്രതിനിധിയുടെ ഒരു വല്ലാത്ത ചിരിയുണ്ടല്ലോ, നോക്കൂ നിങ്ങൾ. അതുപോലെ ഇന്ന് BJP നേതാക്കന്മാരൊക്കെ പത്രക്കാരെ കണ്ട് പറഞ്ഞപ്പോഴുള്ള അവരുടെ ഒരു സംസാരവും അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളുമൊക്കെ കേട്ടില്ലേ നിങ്ങൾ? എത്ര അപകടകരമാണ്, എന്ത് സുതാര്യതയാണ്, എന്ത് നിഷ്പക്ഷതയാണ്. രാജ്യം ഭരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ജനങ്ങളോടുള്ളത് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അവരെന്താണ് ഇതോട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പോൾ പരാതി കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ PK സാജൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, തൃശ്ശൂരിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, വളരെ നേരത്തെ തന്നെ ഈ പൂങ്കുന്നത്ത് ഈ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേട് വ്യാപകമായി അപ്പുറത്തു നിന്ന് വോട്ട് കൊണ്ടുവന്ന് ചേർക്കുന്നുണ്ട്, ഇല്ലാത്ത നമ്പറിൽ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ മുറിയിൽ തന്നെ 53ഓളം വോട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ പൂങ്കുന്നം വാർഡിൽ തന്നെ 53 വോട്ടുകൾ അനധികൃതമായി വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്, പരാതി കൊടുത്തതാണ്. ആരാ ഈ പരാതി അന്വേഷിക്കേണ്ടതും ഇത് കണ്ടെത്തേണ്ടതും? ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? ഇവിടെ ഈ നേതാക്കന്മാരുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ ബോധപൂർവം ചെയ്തതാണ് എന്ന. എവിടെയുള്ളവർക്കും, ഇന്നതാണ് ഒരു നേതാവിന്റെ സ്റ്റേറ്റ്മെന്റാ, എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് ഞങ്ങൾ വോട്ട് ചേർക്കുന്നു. എന്താ ഇത്? ഒരു വോട്ടർ ആരായിരിക്കണം എന്നുള്ളതിന് ജനപ്രാതിനിധ്യ നിയമത്തിൽ വ്യവസ്ഥയില്ലേ? സ്ഥിരതാമസക്കാരനായിരിക്കണം എന്ന് പറയുന്നില്ലേ ഒരു വോട്ടർ? അങ്ങനെയുള്ള സ്ഥിരതാമസമുള്ളവരാണോ ഈ വോട്ട് ചെയ്ത ആളുകൾ? സുരേഷ് ഗോപിയുടെ അനിയന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ സ്വന്തക്കാരൻ, ഇവരൊക്കെ ഇവിടെ വന്ന് BJP നേതാക്കന്മാരുടെ പേരിലുള്ള വീട്ടിലോ അല്ലെങ്കിൽ കെട്ടിടത്തിലോ ഒക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് മാറിപ്പോവുക. ഈ സുരേഷ് ഗോപിക്ക് തന്നെ രണ്ടിടത്ത് വോട്ടുണ്ട് എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഈ ഫോം 7 വെച്ച് എൻ്റെ രണ്ടാമത്തെ വോട്ട് ഞാൻ തള്ളാൻ കൊടുക്കണ്ടേ? അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഒരു മാതൃകാ ജനാധിപത്യത്തിൽ ഇടപെടുന്ന ഒരു മാതൃകാ നേതാവ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്ത് ഉത്തരവാദിത്തമാണോ ഈ ജനങ്ങളോട് കാണിക്കുന്നത്? ഈ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വിശ്വാസ്യത ഉണ്ടാവുക? ശരി, നോക്കൂ നിങ്ങൾ, രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം എടുത്താൽ തന്നെ കുറവാണ്. രാജ്യത്തുടനീളമുള്ള വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ട് ചെയ്യണമെന്നും വോട്ട് ചേർക്കണമെന്നും ഒക്കെ നിരന്തരം പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട് എന്നും പറഞ്ഞു നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് വൃത്തികെട്ട രീതിയിലാണോ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അത് മാത്രമല്ല, കേന്ദ്രമന്ത്രി എന്തിനും ഏതിനും വായിട്ട് അങ്ങ് സംസാരിക്കുന്ന ആളാ, അഭിനയിച്ചുകൊണ്ട് പറയുന്ന ആളാ. എന്തേ പ്രതികരിക്കാത്തത്? ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ, കന്യാസ്ത്രീകളെ വേട്ടയാടിയപ്പോ അതിനെതിരെ ചോദ്യം ഉന്നയിച്ചപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പൊ വന്നു പോയി, ഒരു പ്രതികരണവുമില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപത്തിന് മറുപടി പറയണ്ടേ? അപ്പൊ മറ്റൊരു നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന് ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ഇല്ല എന്നാ. എന്ത് തൊലിക്കട്ടിയാണ് ഇവർ ഉദ്ദേശിച്ചത്?
അപ്പൊ ഇവരുടെ BJP-യുടെ കേരളത്തിലുള്ള നേതാക്കന്മാരൊക്കെ ലേശം തൊലിക്കട്ടിയുള്ള ആളാണ് പോലും. അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നു, ഇവർക്ക് ഇദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടില്ലേ അത്? എവിടേക്കാണ് BJP ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടി സ്വീകരിക്കുന്നത് എന്തിനാണ്? BJP-യും ഈ കേന്ദ്ര മന്ത്രിയും അതുപോലെ തന്നെ ഈ കേന്ദ്ര വ്യവസ്ഥിതിയും ഒക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത സമീപനം സ്വീകരിക്കുന്നത്? ഇതിനെതിരെയെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ.